നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് മുതൽ നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാളാണ്. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള താരപ്രചാരകർ കേരളത്തിൽ കളം പിടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പര്യടനം ഇന്ന് ഇടുക്കിയിലാണ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസയാണ് ചേരുന്നത്. അൺഫിലിറ്റ്, ആദ്യം തന്നെ ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്തണമെങ്കിൽ 26 വരെ കാത്തു നിൽക്കണം. പക്ഷേ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞു. ഇന്നു മുതൽ സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രമുഖ സ്ഥാനാർത്ഥികൾക്കടക്കം വിമതരും ഒക്കെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിലുള്ള അനുനയ ശ്രമങ്ങൾ ഇപ്പോഴും എല്ലാ പാർട്ടികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് ഒരു അന്തിമ ചിത്രത്തിലേക്ക് എത്താൻ ഇനിയും 26 വരെ കാത്തിരിക്കേണ്ടത്? തീർച്ചയായും മമ്പിളി, ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധനയാണ്. ഇന്ന് വൈകിട്ട് 5 മണിയിലെ സൂക്ഷ്മ പരിശോധനയുടെ സമയമാണ്. അതായത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവർ, സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവർ 1252 പേരാണ്. അവരുടെ പത്രികകളിലൊക്കെ തന്നെ ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തി എത്ര പേരെ തള്ളുന്നു, എത്ര പേരെ കൊള്ളുന്നു എന്നുള്ളതൊക്കെ 5 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെയോ വെബ്സൈറ്റിലൂടെയൊക്കെ പ്രസിദ്ധീകരിക്കും. അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര നാമനിർദ്ദേശ പത്രികകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുള്ളതെന്ന്. അതിനുശേഷം ഇത് പിൻവലിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മറ്റന്നാളാണ്. മറ്റന്നാൾ 5 മണിയോടുകൂടി പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോഴാണ് ഇത്തവണ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര പേര് മത്സര രംഗത്തുണ്ടാകും എന്നുള്ള മത്സരത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രം പൂർണ്ണമാകുന്നത് മറ്റന്നാളായിരിക്കും. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികൾ പട്ടികയും ഒപ്പം തന്നെ ഈ നാമനിർദ്ദേശ പത്രികകളൊക്കെ പൂർത്തിയാകുമ്പോൾ ഈ അപരന്മാരുടെ ശല്യം അത് ഇത്തവണയും ഒട്ടും കുറവല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രമുഖർ എവിടെയൊക്കെ മത്സരിക്കുമോ ആ പ്രമുഖരുടെ മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ അപരന്മാരുള്ളത്. സ്വാഭാവികമായ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും അധികം എല്ലാ പ്രമുഖരും ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇക്കുറി അപരന്മാരുടെ എണ്ണം ഒരു വലിയ രീതിയിൽ തള്ളിക്കയറ്റമുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. 3 മുന്നണികളും ഈ അപരന്മാരുമായി മുന്നോട്ട് പോകുന്നതിൽ ഒട്ടും പിന്നോട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ പത്രിക പിൻവലിക്കുന്ന അവസാന ദിവസങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 2 ദിവസം കൂടിയുണ്ട്. ആ 2 ദിവസത്തിനുള്ള പരമാവധി അപരന്മാരെ കൊണ്ട് അവരുടെ പത്രിക പിൻവലിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടി തന്നെയാണ് പ്രമുഖ മുന്നണികൾ. കാരണം പല പ്രമുഖരും ഏറ്റവും ഒടുവിൽ പല അപരന്മാരും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ഈ പത്രിക പിൻവലിക്കുന്ന സമയത്തൊക്കെ തന്നെ സമവായത്തിലൂടെയും പറഞ്ഞോ ഒത്തുതീർത്തും ഒക്കെ തന്നെയും അവരെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കാറുണ്ട്. ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ കുറേയൊക്കെ അപരന്മാരുടെ ഒരുപക്ഷെ തള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഈ അപരന്മാർ അത്ര തന്നെ വളരെ സൂക്ഷ്മതയോടെ ഒന്നും ആയിരിക്കത്തില്ല. സാധാരണഗതിയിൽ എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇതൊരു കാണുന്ന പതിവ് കാഴ്ചയാണ്. അതിന്റെ ഒരു തുടർച്ചയായി തന്നെ ഇത്തവണയും ആ ഒരു പതിവ് കാഴ്ച തെറ്റിക്കാതെ തന്നെ കാണുകയാണ്. എന്തായാലും മറ്റന്നാള് വൈകിട്ട് 5 മണിയാകുമ്പോൾ തന്നെ ഈ എത്ര പേരാകും സംസ്ഥാനത്ത് മത്സരരംഗത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പൊ നിലവിൽ ഇന്നലത്തെ കണക്ക് പ്രകാരം 1252 പത്രികകളാണ്. 1252 ആണ് കണക്ക്. അൺഫിൽറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ 26-ന് ഒരു അന്തിമ ചിത്രം തെളിയൂ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇനി 2 ആഴ്ച മാത്രമേ പരസ്യ പ്രചാരണത്തിന് സമയമുള്ളൂ. ഇനി അങ്ങോട്ട് പൊടിക്കുന്ന ഒരു പ്രചാരണത്തിനാണ് കേരളം സാക്ഷിയാകാൻ പോകുന്നത്. താരപ്രചാരകരടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ മുന്നണികളുടെയും ഒക്കെ താരപ്രചാരകർ ഇനിയുള്ള ദിവസം അങ്ങോട്ട് സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് എത്രത്തോളം കൊടുമ്പിരി കൊണ്ട ഒരു പ്രചാരണ രംഗത്തിനായിരിക്കും സംസ്ഥാനം സാക്ഷിയാവുക? നമ്മുടെ ഈ കാലാവസ്ഥയുടെ അത്യുഷ്ണമായ ചൂടാണ് കേരളത്തിൽ. വലിയ രീതിയിൽ റെക്കോർഡ് ചൂടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ചൂടിന്റെ തൃണവൽ ഗണിച്ചുകൊണ്ട് തന്നെ പ്രചാരണത്തിന്റെ ഒരു ചൂട് അതിന്റെ ഒരു പാരമ്പര്യയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണത്. മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ ജില്ലാ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പര്യടനം ഇടുക്കിയിലാണ്. എല്ലാ പ്രമുഖരും CPM-നെ സംബന്ധിച്ച് അവരുടെ താരപ്രചാരകർ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലുള്ള CPM-ന്റെ നേതാക്കന്മാർ, അത് ഇടതുമുന്നണിയുടെ മുഴുവൻ CPM നേതാക്കന്മാർ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് അടക്കമുള്ള എല്ലാ നേതാക്കളും, MA ബേബി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കളം നിറയുകയാണ്. ഒപ്പം കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി, നാളെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ ദേശീയ നേതാക്കളൊക്കെ തന്നെ താരപ്രചാരകരുടെ ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. അവരൊക്കെ തന്നെയും കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പര്യടനം ഉണ്ടാകും. കാരണം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി ഞായറാഴ്ചയാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം തൃശ്ശൂരും പാലക്കാടും ഒക്കെ അദ്ദേഹത്തിന്റെ പര്യടനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെയും അദ്ദേഹത്തിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നുണ്ട്. ഒപ്പം JP നദ്ദ എത്തുന്നുണ്ട്. അങ്ങനെ താരപ്രമുഖരൊക്കെ തന്നെയും കളം പിടിക്കുന്നു. 3 മുന്നണികളിലും ഏറ്റവും പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ തന്നെയും ഏറ്റവും കുറച്ച് ദിവസമാണ് പ്രചാരണത്തിനുണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. ഇനി നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം കൂടി കൂട്ടുകയാണെങ്കിൽ 15 ദിവസമാണ് പരസ്യ പ്രചാരണത്തിനുള്ളത്. അതായത് നിശബ്ദ പ്രചാരണം മാറ്റി നിർത്തിയാൽ 6-ാം തീയതി വരെ 7-ാം തീയതി വരെയാണ് പരസ്യ പ്രചാരണമുള്ളത്.
അതുവരെ നോക്കുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇത്തവണ ഈ പരസ്യപ്രചാരണത്തിലെ ദിവസങ്ങളിൽ തന്നെ വിശുദ്ധവാരം ഏപ്രിൽ ആദ്യവാരം ആരംഭിക്കുകയാണ്. ആ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത പ്രതിസന്ധിയൊക്കെ തന്നെയും ഈ പ്രതിസന്ധിയും അതിന്റെ പരിഭവവും ഒക്കെ തന്നെയും രാഷ്ട്രീയ പാർട്ടികളും മുന്നണി നേതാക്കന്മാരും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വളരെ കുറച്ച് ദിവസവും ആ ഒരു സമയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം വോട്ടർമാരിൽ വോട്ടഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ കളം നിറയ്ക്കാൻ എത്രത്തോളം പറ്റുമോ അതിനുവേണ്ടിയുള്ള ഒരു തത്രപ്പാടി തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെയുള്ളത്. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ മൂന്ന് മുന്നണികളും വളരെ സജീവമായി തന്നെ ഒരു മത്സരത്തിന്റെ യഥാർത്ഥ കളത്തിലേക്ക് അവർ ഇറങ്ങുകയാണ്. ആപ്പിളി ശരി, ഇനി അങ്ങോട്ട് പ്രചാരണം കൂടുതൽ ശക്തമാവുകയാണ്. എല്ലാ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കളടക്കം BJPയുടെ ആണെങ്കിൽ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ സംസ്ഥാനത്തേക്ക് എത്തും. കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിലുണ്ടാകും. നമുക്കറിയാം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ പര്യടനം ആരംഭിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫ്രി ഡിസൂസ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇടുക്കിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാവിലെ 9:30 കട്ടപ്പനയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. തുടർന്ന് 10 മണിക്ക് കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കും. അതിനുശേഷം കട്ടപ്പന നഗരത്തിൽ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഉണ്ടാകും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അടിമാലിയിൽ A രാജയുടെയും 4-ന് നെടുങ്കണ്ടത്ത് KK ജയചന്ദ്രന്റെയും 5-ന് വണ്ടിപ്പെരിയാറിൽ K സലീം കുമാറിന്റെയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും.